4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെന്റൽ സയൻസ് പരിസര പഠനത്തിലെ 2ാമത്തെ യൂണിറ്റായ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ രാജ്യം എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠഭാഗത്ത് ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ചിത്രം കൂട്ടുകാർ നോക്കൂ. എന്താണ് കാണുന്നത്? കുട്ടികൾ എല്ലാവരും സ്കൂൾ ഗ്രൗണ്ടിൽ അസംബ്ലിയായി നിൽക്കുകയാണ് അല്ലേ? എന്താണ് അവിടെ നടക്കുന്നത്? ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണ് അല്ലേ? സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയാണ് സ്കൂളിൽ നടക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ആർ ഗോയിങ് ഓൺ അറ്റ് തേജസ് സ്കൂൾ. Various programs are organized under the leadership of the Social Science Club. തേജസിന്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മേഘ ടീച്ചർ ഡിവൈഡഡ് ദ ക്ലാസ് ഇൻടു ഗ്രൂപ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് വാസ് അസൈൻഡ് എ ടാസ്ക്. തേജസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് were asked to prepare a magazine about Independence Day. They decided to visit the library to collect information to be included in the magazine. The librarian is their former teacher Vinayan sir. They explained the purpose of their visit to the library. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചത്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം വ്യക്തമാക്കി. Children, can you tell me who were the foreigners who ruled our country? Vinayan sir asked. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? വിനയൻ മാഷ ചോദിച്ചു. ദ ബ്രിട്ടീഷ്, ഭവ്യ സെഡ് എക്സൈറ്റഡ്ലി. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തിൽ പറഞ്ഞു. എക്സാക്ട്ലി ഭവ്യ, ഡു യു നോ ഹൗ ദേ ബിക്കേം അവർ റൂളേഴ്സ്? സർ ആസ്ക്ഡ് അഗെയിൻ. മിടുക്കി, ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? മാഷ് വീണ്ടും ചോദിച്ചു. Children looked at each other as if they didn't know. കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. Sir gave them a picture story book from the library to read. They started to read the book eagerly. മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രകഥാ പുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കുട്ടികൾ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. കുട്ടികൾ വായിച്ച ചിത്രകഥാ പുസ്തകം നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? Foreigners first came to India by ships to buy spices like cardamom and black pepper and textiles like silk and cotton. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. Gradually, they obtained special privileges from the king and established factories here. പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ നിർമ്മിച്ചു. Since the rulers of different provinces in India considered each other as enemies and at war, the foreigners found it easy to enhance their power. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. They conquered the natives with advanced war tactics and weapons like cannons and guns. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. Eventually, the British took over the princely state after exerting control over agriculture, trade and the king themselves. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. Over the time, the British dominated the entire region of India. India was under their control for almost next 200 years. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. You have read the picture story book. Now answer my questions. Sir continued. ചിത്രകഥ വായിച്ചല്ലോ, ഇനി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ. മാഷ തുടർന്നു. You can also find answers to Sir's questions. മാഷിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ. എന്താണ് ചോദ്യം? Why did foreigners come to India? വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? To buy spices like cardamom and black pepper and
ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു വിദേശികൾ ഇന്ത്യയിൽ എത്തിയത്, അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ദ ഫോറിനേഴ്സ് കുഡ് ഈസിലി എസ്റ്റാബ്ലിഷ് പവർ ഇൻ ഇന്ത്യ? വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയാണ്? The rulers of different provinces in India considered each other as enemies and at war. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാലാണ്, അല്ലേ? Third question, why were Indians unable to hold their own in the struggles with the British? ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? The British conquered the natives with advanced war tactics and weapons like cannons and guns. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ ബ്രിട്ടീഷുകാർ വരുതിയിലാക്കിയതുകൊണ്ടായിരുന്നു, അല്ലേ? Struggles against the British. ബ്രിട്ടീഷുകാർക്ക് എതിരായ പോരാട്ടങ്ങൾ. Oh, the people of our country suffered a lot under the British rule, didn't they, sir? Nina asked. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു, അല്ലേ മാഷേ? നീന ചോദിച്ചു. That's right. The people who were suffering started protest against the British in various places. They protested by breaking the laws, declaring non-cooperation and organizing marches. Vinean sir replied. അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. വിനയൻ മാഷ മറുപടി നൽകി. Such protests are known as the freedom struggle. Aren't they? Naveen's doubt came within no time. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷി സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീനിന്റെ സംശയം. സ്മാർട്ട് ബോയ് സർ കൺഗ്രാറ്റുലേറ്റഡ് നവീൻ with a pat on his shoulder. മെടുക്കൻ. മാഷ് നവീനിന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. Now let's know about some of the important events of the freedom struggle. He picked a book from the cupboard and gave it to children. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ അലമാരയിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് കുട്ടികൾക്ക് നൽകി. Read the information collected by children from the book. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. സാൾട്ട് സത്യാഗ്രഹ 1930 ഉപ്പ് സത്യാഗ്രഹം. At that time, many Indians were engaged in the work of producing salt by draining seawater. The cruel British rulers declared that Indians must pay a tax or a special levy for extracting salt. Those who made salt without paying the tax were imprisoned. Gandhiji organized the people against this. On March 12, 1930, Gandhiji and 78 followers marched on a procession to Dundee Beach, a place 390 kilometers away from Gandhiji's Sabarmati ashram. Many people from all over the place joined the march. Leaders like Sarojini Naidu accompanied Gandhiji. The march reached Dundee on April 5th. Taking a handful of salt from the sea, Gandhiji said, "Even if these hands holding salt are crushed, they will not give up the salt." This satyagraha gradually spread throughout India. Although Gandhiji was soon arrested, the struggle lasted for about a year. The Salt Satyagraha was able to bring ordinary people closer to the Indian freedom struggle and add strength to the struggle. The Salt Satyagraha also paved the way for the Indian freedom struggle to attract world attention. അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ക്രൂരരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി അല്ലെങ്കിൽ പ്രത്യേക തുക അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കലിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. 1930 മാർച്ച് 12 ഗാന്ധിജിയും 78 അനുയായികളും ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി നീങ്ങി. കടന്നുപോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ധാരാളം പേർ യാത്രയിൽ പങ്കുചേർന്നു. സരോജിനി നായിഡുവിനെ പോലുള്ള നേതാക്കൾ ഗാന്ധിജിയെ അനുഗമിച്ചു. ഏപ്രിൽ 5 യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഈ സത്യാഗ്രഹം ക്രമേണ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. വൈകാതെ ഗാന്ധിജി അറസ്റ്റിലായെങ്കിലും സമരം ഒരു വർഷത്തോളം നീണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണക്കാരെ അടുപ്പിക്കാനും സമരത്തിന് വീര്യം കൂട്ടാനും ഉപ്പു സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോക ശ്രദ്ധയാകർഷിക്കാനും ഉപ്പു സത്യാഗ്രഹം വഴിതെളിച്ചു. നെക്സ്റ്റ്
ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. വിനയൻ സർ then introduced the diary of a freedom fighter to the children. തുടർന്ന് മാഷ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. 1942 August 8. Today was the day I got immense enthusiasm and energy in the freedom struggle. I had the privilege of attending the Bombay conference of the Indian National Congress where the demand for Quit India was passionately presented. The meaning of this slogan was clear and resolute. Leave India. Gandhiji reminded us that this must be the most powerful agitation for freedom. Bapuji called on everyone to do or die inspired by his words. I found myself standing up without knowing and raising my fist and shouting with all my might the slogan Quit India, Quit India. 1942 ഓഗസ്റ്റ് 8. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നാണത്രേ ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇതു കേട്ട് ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. According to Gandhiji's exhort, thousands of people must have participated in the struggle, isn't it, sir? തേജസ് ആസ്ഡ്. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ മാഷേ, തേജസ ചോദിച്ചു. Of course, the slogan of this movement echoed all over India. It gave people more power and strength, sir replied. തീർച്ചയായും ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങി കേട്ടോ. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു, മാഷ് പറഞ്ഞു. കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ക്ലാസ് ലൈബ്രറി ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച കുറിപ്പ് തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾക്കൊരു കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് എ മൂവ്മെന്റ് ഓർഗനൈസ്ഡ് വിത്ത് ദ എയിം ഓഫ് എൻഡിംഗ് ബ്രിട്ടീഷ് rule and immediately transferring power to India following the failure of the CLIPS mission. It is also known as the Bharat Chodo Andolan or August movement. The Quit India resolution was presented at the All India Congress Committee session held at Gowalia Tank Maidan in Bombay on 8 August 1942. The conference adopted a resolution to launch a non-cooperation movement if the British did not accept the demand for complete independence. Gandhiji was elected as the leader of the movement. Jawaharlal Nehru, Maulana Azad, Sardar Vallabhbhai Patel, Dr. Rajendra Prasad also supported Gandhiji and rose to leadership. Gandhiji introduced the passionate slogan "Do or Die." The Quit India slogan was first raised by Yusuf Mehali, a leader of the Congress Socialist Party. The Quit India movement intensified the freedom struggle. The protesters were confident that the Indian people could overcome the arrogance of the British. The movement spread across India. Many new leaders emerged. The government was forced to give in to the demands of the protesters. CLIPS മിഷന്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യക്ക് ഉടൻ അധികാരം കൈമാറുക എന്ന ലക്ഷ്യത്തിനായി സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഭാരത് ചോഡോ ആന്തോളൻ അഥവാ ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നും ഇത് അറിയപ്പെടുന്നു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിലേക്ക് നീങ്ങുമെന്ന പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. പ്രസ്ഥാനത്തിന്റെ നേതാവായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്തു. ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ ഗാന്ധിജിക്ക് പിന്തുണ നൽകി നേതൃത്വത്തിലേക്ക് എത്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആവേശം നിറഞ്ഞ മുദ്രാവാക്യം ഗാന്ധിജി അവതരിപ്പിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന യൂസഫ് മെഹാലിയാണ് ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീവ്രത വർദ്ധിച്ചു. ബ്രിട്ടീഷുകാരുടെ അധികാര ഗർവിനെ മറികടക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം സമരക്കാരിൽ ഉണർന്നു. ഇന്ത്യയിലെങ്ങും സമരം വ്യാപിച്ചു. അനേകം പുതിയ നേതാക്കൾ ഉദയം ചെയ്തു. സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഭരണകൂടം നിർബന്ധിതരായി. ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള. സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. Then there were many agitations in Kerala too.
asked നവീൻ. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാവില്ലേ മാഷേ? നവീൻ ചോദിച്ചു. യെസ്, the spirit of freedom movement led by Gandhiji also spread in Kerala. The SAT law was violated at Payanur Beach in Kannur. K. Kelappan acted as the leader of the movement. Later, he was known as Kerala Gandhi. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിന്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. സർ, who were the other leaders who led the freedom struggle in Kerala? The children were curious to know more. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾക്ക് കൂടുതൽ അറിയണമെന്നായി. There are hundreds of people like T.K. മാധവൻ, K.P. കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, A.K. ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ and others. Sir recalled and said. 100 കണക്കിന് പേരുണ്ട് കേട്ടോ. T.K. മാധവൻ, K.P. കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, A.K. ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങി അനേകം ആളുകൾ മാഷ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു. അക്കൂട്ടത്തിലുള്ള 3 പേരാണ് EMS നമ്പൂതിരിപ്പാട്, C. കേശവൻ, P. കൃഷ്ണപിള്ള എന്നിവർ. The children took note of all the information given by Sir. Find out and write down the major freedom struggles that took place in Kerala. മാഷ പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതൂ. കേരളത്തിൽ നടന്ന ചില പ്രധാന സമരങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മലബാർ റെബലിയൻ, 1921 മലബാർ കലാപം. Also known as the Mopla Rebellion, it was an armed uprising against British authority and Hindu landlords in the Malabar region. മോപ്ല കലാപം എന്നും ഇത് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് അധികാരികൾക്കും മലബാർ മേഖലയിലെ ഹിന്ദു ഭൂവുടമകൾക്കുമെതിരായ ഒരു സായുധ കലാപമായിരുന്നു ഇത്. ഇറ്റ് വാസ് ഫ്യൂൽഡ് ബൈ അഗ്രേറിയൻ അൺറസ്റ്റ്, ഹൈ ടാക്സസ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഖിലാഫത്ത് മൂവ്മെന്റ്. കാർഷിക അസ്വസ്ഥതകൾ, ഉയർന്ന നികുതികൾ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്നിവയാൽ ഇത് വളർന്നു. The rebellion saw widespread violence and was eventually suppressed by the British. വ്യാപകമായ അക്രമത്തിന് സാക്ഷ്യം വഹിച്ച കലാപം ഒടുവിൽ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. A tragic incident during the rebellion was the wagon tragedy, where a large number of prisoners suffocated to death in a railway wagon. കലാപത്തിനിടയിലെ ഒരു ദാരുണമായ സംഭവം വാഗൺ ട്രാജഡി ആയിരുന്നു. അവിടെ ഒരു റെയിൽവേ വാഗണിൽ ധാരാളം തടവുകാർ ശ്വാസം മുട്ടി മരിച്ചു. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹ, 1924-1925 കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം. This movement focused on gaining access for lower caste Hindus to walk on public roads around the Vaikom temple in Travancore. It was a non-violent agitation led by figures like T.K. Madhavan, K.P. Keshavamenon and others, and it gained national attention, including support from Mahatma Gandhi. തിരുവിതാംകൂറിലെ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് നടക്കാൻ പ്രവേശനം നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സമരം. T.K. മാധവൻ, K.P. കേശവമേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അഹിംസാ പ്രക്ഷോഭമായിരുന്നു ഇത്. മഹാത്മാഗാന്ധിയുടെ പിന്തുണ ഉൾപ്പെടെ ദേശീയ ശ്രദ്ധ നേടി. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹ, 1932 ഗുരുവായൂർ സത്യാഗ്രഹം. This movement, also led by K. Kelappan, aimed to open the Guruvayur temple to all Hindus, regardless of caste. Kelappan's hunger strike before the temple gates became a powerful symbol of the struggle for social justice and equality. While the temple authorities initially resisted, the movement eventually led to the temple being opened to all Hindus. K. Kelappan നയിച്ച ഈ സമരം ജാതി ഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ക്ഷേത്ര കവാടങ്ങൾക്ക് മുന്നിലെ കേളപ്പന്റെ നിരാഹാര സമരം സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ശക്തമായ പ്രതീകമായി മാറി. ക്ഷേത്ര അധികാരികൾ ആദ്യം എതിർത്തെങ്കിലും ഒടുവിൽ ഈ സമരം ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുന്നതിലേക്ക് നയിച്ചു. നെക്സ്റ്റ്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്,
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. Founded to fight against the Diwan of Travancore, Sir C.P. Ramaswamy Iyer, this movement eventually led to the formation of the തിരുക്കൊച്ചി സ്റ്റേറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരെതിരെ പോരാടാൻ സ്ഥാപിതമായ ഈ പ്രസ്ഥാനം ഒടുവിൽ സ്വാതന്ത്ര്യാനന്തരം തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. നെക്സ്റ്റ്, കല്ലറ പാങ്ങോട് സ്ട്രഗിൾ. കല്ലറ പാങ്ങോട് സമരം. The struggle emerged from the farmers' resistance against increased taxation imposed by the Diwan of Travancore, C.P. Ramaswamy Iyer, which was seen as unjust and oppressive. തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ഏർപ്പെടുത്തിയ വർദ്ധിച്ച നികുതി നിരക്കുകൾക്കെതിരെ കർഷകർ നടത്തിയ ചെറുത്തുനിൽപ്പിൽ നിന്നാണ് ഈ സമരം ഉയർന്നു വന്നത്. ഇത് അനീതിയും അടിച്ചമർത്തലുമാണെന്ന് കാണപ്പെട്ടു. നെക്സ്റ്റ്, കുറിച്യ റിവോൾട്ട്. 1812 കുറിച്യ കലാപം. This rebellion by the Kurichya tribe in Wayanad was triggered by unfair taxation and British policies. വയനാട്ടിലെ കുറിച്യ ഗോത്രത്തിന്റെ ഈ കലാപത്തിന് കാരണമായത് അന്യായമായ നികുതിയും ബ്രിട്ടീഷ് നയങ്ങളുമാണ്. നെക്സ്റ്റ്, ആറ്റിങ്ങൽ റിവോൾട്ട്. 1721 ആറ്റിങ്ങൽ കലാപം. A significant uprising against the British East India Company in 1721 in Attingal near Thiruvananthapuram, Kerala. It is considered one of the earliest organized revolts against British rule in India. The revolt involved a massacre of 140 East India Company soldiers and a subsequent siege of Fort Anjingo. 1721 കേരളത്തിലെ തിരുവനന്തപുരത്തിനടുത്തുള്ള ആറ്റിങ്ങലിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഒരു പ്രധാന കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യകാല സംഘടിത കലാപങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ കലാപത്തിൽ 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികരുടെ കൂട്ടക്കൊലയും തുടർന്ന് 5 തെങ്ങ് കോട്ടയുടെ ഉപരോധവും നടന്നു. നെക്സ്റ്റ്, ഫ്രീഡം ഫൈറ്റേഴ്സ്. സ്വാതന്ത്ര്യ സമര നേതാക്കൾ. ഫസ്റ്റ് വൺ, മഹാത്മാ ഗാന്ധി. ചിൽഡ്രൻ, ഡു യു നോ ദ ലീഡർ ഹു ഇൻസ്പയർഡ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓൾ ഓവർ ഇന്ത്യ? ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? സർ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ക്വിക്ക്ലി ദേ റിപ്ലൈഡ്, ഗാന്ധിജി. ഗാന്ധിജി. മാഷിന്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. നൗ റീഡ് ദ ഇൻഫർമേഷൻ ദേ കളക്ടഡ് അബൌട്ട് ഗാന്ധിജി ഫ്രം ദ ബുക്സ് ഇൻ ദ ലൈബ്രറി. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെ കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ, ഗുജറാത്ത്. His real name was Mohandas Karamchand Gandhi. He left his job as a lawyer in South Africa and returned to India to join the freedom struggle. Through his simple way of living, high thinking and warm interaction, he rose to become the leader of India. Truth and non-violence were always evident in his words and actions. Children affectionately called him Bapuji. He led important movements like the Champaran movement on 1917, the non-cooperation movement on 1920, the Salt Satyagraha on 1930, the Quit India movement on 1942, etc. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സമരം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. കളക്ട് more information about Gandhiji from your school library and prepare short notes. Prepare a Gandhi magazine as group activity. ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച ചെറുവിവരണം തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. സംഘങ്ങളായി ഗാന്ധി പതിപ്പ് തയ്യാറാക്കാനും കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. താഴെ നോക്കൂ, ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് സൂചനകളാണ് നൽകിയിരിക്കുന്നത്. അവ ഉപയോഗിച്ച് കൂട്ടുകാർക്ക് ഗാന്ധിജിയുടെ ഒരു ചെറുവിവരണം തയ്യാറാക്കാം. വിവരണത്തിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടത്? ബർത്ത് പ്ലേസ്, ജന്മസ്ഥലം, പാരന്റ്സ്, മാതാപിതാക്കൾ, ഓട്ടോബയോഗ്രഫി, ആത്മകഥ, ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, സ്വഭാവ ഗുണങ്ങൾ, മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ്, സമരരീതി, ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും,
ബർത്ത്, ജനനം. ഇവയെല്ലാം ഉൾപ്പെടുത്തി നമ്മൾക്ക് ഗാന്ധിജിയെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കി നോക്കിയാലോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വാസ് ബോൺ ഓൺ 2nd October 1869 in Porbandar, Gujarat. Gandhi's parents were Karamchand Gandhi, the Diwan of the state, and Putli Bai. The stories of Shravanakumara and Raja Harishchandra that he heard and experienced in his childhood shaped his moral sense. He married Kasturba at the age of 13. Although he was not good at studies, he came to England to study law at the insistence of his elder brother. He completed his law studies in 1891 and returned to India. He tried to become a lawyer but failed. He arrived in South Africa in 1893. He sought work there and fought against discrimination against blacks. He was once beaten by whites and thrown off a train in Pietermaritzburg for riding in a white-only compartment. He organized workers and Indians against such social problems in his country. Gradually, he came to be known as Gandhiji in the Indian community. He used the method of struggle called Satyagraha here many times. After a long public life in South Africa, he returned to India on 9 January 1915. He played a leading role in the Champaran Satyagraha in Bihar, the Ahmedabad cotton mill strike, the Kheda strike, etc. Thus, he emerged as a leader known throughout India. People addressed him with the title of Mahatma. Children affectionately called him Bapuji. He rose to the leadership of the Indian National Congress and became the leader of the non-cooperation movement, the Salt Satyagraha and the Quit India movement. Gandhiji's non-violent satyagrahas and hunger strikes shook the British. India gained independence following the peaceful pressure exerted by Gandhiji and his associates. On January 30, 1948, Gandhiji was shot dead by a religious fanatic named Nathuram Vinayak Godse while attending a prayer meeting at Birla Mandir in Delhi. The next day, his body was cremated at Rajghat. All Indians respect him as the father of the nation. During his lifetime, he took special care to ensure that his thoughts, actions and life were one. Self-reliance, simple living and love for the poor were reflected throughout his life. His actions also lived up to his statement, "My life is my message." His autobiography, "My Experiments in the Search for Truth," has inspired generations. ഗുജറാത്തിലെ പോർബന്തറിൽ 1869 ഒക്ടോബർ 2 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. അന്നാട്ടിലെ ദിവാനായിരുന്ന കരംചന്ദ് ഗാന്ധിയും പുത്ലിബായിയുമായിരുന്നു ഗാന്ധിയുടെ മാതാപിതാക്കൾ. ബാല്യത്തിൽ കേട്ടുപരിചയിച്ച ശ്രാവണകുമാരന്റെയും രാജാ ഹരിശ്ചന്ദ്രന്റെയും കഥകൾ അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധത്തെ രൂപപ്പെടുത്തി. 13-ാം വയസ്സിൽ കസ്തൂർബയെ വിവാഹം കഴിച്ചു. പഠനത്തിൽ സമർത്ഥനായിരുന്നില്ലെങ്കിലും ജ്യേഷ്ഠന്റെ നിർബന്ധത്തിനു വഴങ്ങി നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലെത്തി. 1891 നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി. അഭിഭാഷക ജോലിക്കായി ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 1893 ജോലി തേടി ദക്ഷിണാഫ്രിക്കയിലെത്തി. അവിടെ കറുത്തവരോടുള്ള വിവേചനത്തിനെതിരെ അദ്ദേഹം പോരാടി. ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന കൂപ്പയിൽ കയറിയെന്ന കാരണത്താൽ അദ്ദേഹത്തെ വെള്ളക്കാർ മർദ്ദിക്കുകയും പീറ്റർമാരിറ്റ്സ്ബർഗിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അന്നാട്ടിലെ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് എതിരെ തൊഴിലാളികളെയും ഇന്ത്യക്കാരെയും അദ്ദേഹം സംഘടിപ്പിച്ചു. ക്രമേണ ഇന്ത്യക്കാർക്കിടയിൽ ഗാന്ധിജി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. സത്യാഗ്രഹം എന്ന സമരമാർഗം അദ്ദേഹം ഇവിടെ പലവട്ടം പ്രയോഗിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീണ്ട കാലത്തെ പൊതുജീവിതത്തിന് ശേഷം 1915 ജനുവരി 9 അദ്ദേഹം തിരികെ ഇന്ത്യയിലെത്തി. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേദ സമരം തുടങ്ങിയവയിൽ നേതൃപരമായ പങ്കുവഹിച്ചു. അങ്ങനെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാവായി അദ്ദേഹം ഉയർന്നു. മഹാത്മാ എന്ന വിശേഷണത്തോടെ ആളുകൾ അദ്ദേഹത്തെ സംബോധന ചെയ്തു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന സ്നേഹത്തോടെ വിളിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തിയ അദ്ദേഹം നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയുടെ അമരക്കാരനായി. ഗാന്ധിജിയുടെ അഹിംസാ സത്യാഗ്രഹങ്ങളും നിരാഹാര സമരങ്ങളും ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ഗാന്ധിജിയും കൂട്ടരും ചെലുത്തിയ സമര സമ്മർദ്ദങ്ങളെ തുടർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 19
1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് ഗാന്ധിജി മരണമടഞ്ഞു. പിറ്റേന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. രാഷ്ട്രപിതാവ് എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും അദ്ദേഹത്തെ ആദരിക്കുന്നു. ചിന്തയും പ്രവൃത്തിയും ജീവിതവും ഒന്നു തന്നെയായിരിക്കാൻ തന്റെ ജീവിതകാലത്ത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്വാശ്രയശീലം, ലളിത ജീവിതം, സാധുജന സ്നേഹം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം പ്രതിഫലിച്ചു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന പ്രസ്താവനയോട് നീതി പുലർത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ തലമുറകൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു. കൂട്ടുകാർക്ക് ഗാന്ധി പതിപ്പിൽ ഉൾപ്പെടുത്താവുന്ന കുറച്ച് ഗാന്ധി കോട്ട്സ്, ഗാന്ധി വചനങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ബുക്സ് ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. An eye for an eye only ends up making the whole world blind. കണ്ണിനു കണ്ണ് എന്നത് ലോകത്തെ മുഴുവൻ അന്ധമാക്കുന്നതിലേക്ക് മാത്രമേ കലാശിക്കുകയുള്ളൂ. നോൺ വയലൻസ് is the greatest force at the disposal of mankind. It is mightier than the mightiest weapon of destruction devised by the ingenuity of man. മനുഷ്യരാശിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ ശക്തിയാണ് അഹിംസ. മനുഷ്യന്റെ ചാതുര്യം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഏറ്റവും ശക്തമായ നാശായുധത്തേക്കാൾ ശക്തമാണിത്. Live as if you were to die tomorrow. Learn as if you were to live forever. നാളെ മരിക്കുന്നത് പോലെ ജീവിക്കുക, എന്നേക്കും ജീവിക്കുന്നത് പോലെ പഠിക്കുക. Freedom is not worth having if it does not include the freedom to make mistakes. തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം വിലമതിക്കുന്നില്ല. Be the change you wish to see in the world. ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമാകുക. Truth is by nature self-evident. As soon as you remove the cobwebs of ignorance that surround it, it shines clear. സത്യം സ്വഭാവത്താൽ സ്വയം പ്രകടമാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അജ്ഞതയുടെ വലകൾ നീക്കം ചെയ്യുമ്പോൾ അത് വ്യക്തമായി പ്രകാശിക്കുന്നു. ഗാന്ധിജീസ് അതർ നെയിംസ്. ഗാന്ധിജിയുടെ മറ്റു വിശേഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബാപ്പു. Bapu, a Hindi word meaning father, was a title Gandhi was affectionately and respectfully addressed to. ബാപ്പു, പിതാവ് എന്ന് അർത്ഥം വരുന്ന ഹിന്ദി വാക്കായ ബാപ്പു ഗാന്ധിജിയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിച്ചിരുന്ന പേരായിരുന്നു. രാഷ്ട്രപിത. ഗാന്ധി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ നാഷൻ ഓഫ് ഇന്ത്യ. രാഷ്ട്രപിതാവ്, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായി ഗാന്ധിജി അറിയപ്പെടുന്നു. മഹാത്മാ, മഹാത്മാവ്. ദ എപ്പിതെറ്റ് മഹാത്മാ മീനിങ് ഗ്രേറ്റ് സോൾ വാസ് ഗിവൺ ടു ഗാന്ധിജി ബൈ ടാഗോർ. മഹാനായ ആത്മാവ് എന്ന് അർത്ഥം വരുന്ന മഹാത്മാ എന്ന വിശേഷണം ടാഗോറാണ് ഗാന്ധിജിക്ക് നൽകിയത്. ഗാന്ധിജി, ദിസ് ഈസ് ദ എപ്പിതെറ്റ് ദാറ്റ് ഈസ് ആഡഡ് ടു ഹിസ് നെയിം. അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേർത്ത് വായിക്കുന്ന വിശേഷണമാണിത്. നെക്സ്റ്റ്, ബാരിസ്റ്റർ ഗാന്ധി. After completing his law studies, he called himself ബാരിസ്റ്റർ ഗാന്ധി. നിയമപഠനം കഴിഞ്ഞെത്തിയ ശേഷം അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ബാരിസ്റ്റർ ഗാന്ധി എന്നാണ്. സിമ്പിൾ ലിവിംഗ് പേഴ്സൺ. ലളിത ജീവിതം നയിക്കുന്ന വ്യക്തി. ഗാന്ധിജി ലിവ്ഡ് എ സിമ്പിൾ ആൻഡ് സെൽഫ് സാക്രിഫൈസിംഗ് ലൈഫ്. ഗാന്ധിജി ലളിതവും ത്യാഗപൂർണവുമായ ജീവിതം നയിച്ചു. സിംബൽ ഓഫ് നോൺ വയലൻസ്. അഹിംസയുടെ പ്രതീകം. ഗാന്ധിജി, ഹു ഫേംലി ബിലീവ്ഡ് ഇൻ നോൺ വയലൻസ്, ഈസ് കൺസിഡേർഡ് എ സിംബൽ ഓഫ് നോൺ വയലൻസ്. അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി അഹിംസയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ്, ഫ്രീഡം ഫൈറ്റർ. സ്വാതന്ത്ര്യ സമര നായകൻ. ഗാന്ധിജി വാസ് എ ലീഡർ ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് ഗാന്ധിജി. നെക്സ്റ്റ്, ഗാന്ധിജീസ് വിസിറ്റ്സ് ടു കേരള. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ. ഫസ്റ്റ്, 1920. ഗാന്ധിജി ഫസ്റ്റ് വിസിറ്റഡ് കേരള ടു പ്രൊമോട്ട് ദ ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. സെക്കൻഡ്, 1925. ഗാന്ധിജീസ് സെക്കൻഡ് വിസിറ്റ് ടു കേരള വാസ് ഇൻ കണക്ഷൻ വിത്ത് ദ വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത് കേരള സന്ദർശനം. നെക്സ്റ്റ്, 1927. ഗാന്ധിജീസ് തേർഡ് വിസിറ്റ് വാസ് ഫ്രം 4 to 15 October 1927 as part of his tour of South India. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 4 മുതൽ 15 വരെയായിരുന്നു ഗാന്ധിജിയുടെ മൂന്നാമത്തെ സന്ദർശനം. നെക്സ്റ്റ്, 1934. ഗാന്ധിജി വിസിറ്റഡ് കേരള ഫോർ ദ ഫോർത്ത് time with the main objective of collecting Harijan funds. It was during this
trip that a girl named Kaumudi donated all her jewelry to Gandhiji in Vadagara. ഹരിജൻ ഫണ്ട് ശേഖരണം മുഖ്യ ലക്ഷ്യമാക്കിയാണ് ഗാന്ധിജി 4ാമത് കേരളത്തിൽ എത്തുന്നത്. ഈ യാത്രയിലാണ് വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങളെല്ലാം ഗാന്ധിജിക്ക് സംഭാവനയായി നൽകിയത്. നെക്സ്റ്റ് 1937. ഗാന്ധിജീസ് ലാസ്റ്റ് വിസിറ്റ് ടു കേരള വാസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജിയുടെ ഒടുവിലത്തെ കേരള സന്ദർശനം. Other details that could be included in the Gandhi magazine. കൂട്ടുകാർക്ക് ഗാന്ധി പതിപ്പിൽ ഉൾപ്പെടുത്താവുന്ന മറ്റു വിവരങ്ങളാണ് ദ സ്ട്രഗിൾസ് ദാറ്റ് ലെഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി നയിച്ച സമരങ്ങൾ, ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി, ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങൾ, കോൺഫറൻസസ്, സമ്മേളനങ്ങൾ, ഗാന്ധി ക്വിസ്, ഗാന്ധി സ്റ്റോറീസ്, ഗാന്ധി കഥകൾ, ഗാന്ധി പോയിംസ്, ഗാന്ധി കവിതകൾ എക്സെട്ര. Stay tuned for the next part. Thanks for watching. If you like this video, please do subscribe and share.